ഹരി ഓം. ദശകം 19 ശ്ലോകം 7. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. പ്രചേതസാം താവത് അയാചതാം അപി. താവത് അയാചതാം അപി, അത് ചേർത്ത് വായിക്കുമ്പം താവദയാചതാമപി. അടുത്ത വരി ത്വം ഏവ കാരുണ്യ ഭരാത് വരാൻ അദാഹ. ത്വം ഏവ, ത്വമേവ കാരുണ്യഭരാത് വരാൻ അദാഹ. കാരുണ്യഭരാദ്വരാനദാഹ. കാരുണ്യഭരാദ്വരാനദാഹ. കാരുണ്യഭരാത് വരാൻ അദാഹ. ഭവത് വിചിന്താ അപി. ഭവദ്വിചിന്താപി. ഭവത് വിചിന്താ അപി. ഭവദ്വിചിന്താപി. ശിവായ ദേഹിനാം ഭവതു അസൗ ഭവത്വസൗ. ഭവതു അസൗ ഭവത്വസൗ രുദ്രനുതിഃ ച കാമദാ. രുദ്രനുതിഃ ച, രുദ്രനുതിശ്ച. നുതിഃ പ്ലസ് ചയാണ് നുതിശ്ച. രുദ്രനുതിശ്ച കാമദാ. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. താവത് പ്രചേതസാം അയാചതാം അപി. താവത് അപ്പോൾ, പ്രചേതസാം പ്രചേതസ്സുകൾ, അയാചതാം ചോദിച്ചില്ലെങ്കിൽ പോലും, ചോദിക്കാത്തതും, അതാണ് അയാചതാം ചോദിക്കാത്തതും, അപി ചോദിക്കാത്തതുപോലും, ചോദിച്ചില്ലെങ്കിൽ പോലും എന്നുള്ള അർത്ഥമാണ്. താവത് അപ്പോൾ പ്രചേതസ്സുകൾ ചോദിച്ചില്ലെങ്കിലും ചോദിക്കാത്തതായിട്ടുള്ളത് പോലും, ത്വം ഏവ നിന്തിരുവടി തന്നെ, കാരുണ്യഭരാത് കാരുണ്യാതിശയത്താൽ, വരാൻ അദാഹ വരങ്ങളെ ദാനം ചെയ്തുവല്ലോ. അപ്പം അപ്പോൾ പ്രചേതസ്സുകൾ ചോദിച്ചില്ലെങ്കിലും നിന്തിരുവടി തന്നെ കാരുണ്യാതിശയത്താൽ വരങ്ങളെ ദാനം ചെയ്തുവല്ലോ. ഭവദ്വിചിന്താ അപി. ഭവത് വിചിന്താ അപി, നിങ്ങളുടെ സ്മരണ പോലും ജനങ്ങൾക്ക് ദേഹിനാം ശിവായ ഭവതു ശ്രേയസ്സിനായി ഭവിക്കട്ടെ. ഭവദ്വിചിന്താ അപി, നിങ്ങളുടെ ചിന്ത പോലും ദേഹിനാം ജനങ്ങൾക്ക് ശിവായ ഭവതു. ശിവായ എന്ന് പറഞ്ഞാൽ ശ്രേയസ്, ശ്രേയസ്സിനായി ഭവിക്കട്ടെ. അപ്പം നമ്മൾ ഓരോരുത്തരും ഭഗവാനിലുണ്ടാകുന്ന ആ ചിന്ത, ആ മനസ്സിലുണ്ടാകുന്ന ചിന്ത അല്ലെങ്കിൽ ആ സ്മരണ പോലും ജനങ്ങൾക്ക് ആ ശ്രേയസ്സായി ഭവിക്കട്ടെ. അസൗ രുദ്രനുതിഃ ച കാമദാ ഭവതു. അസൗ, ഈ എന്ന് വെച്ചാൽ അസൗ രുദ്രനുതിഃ എന്ന് വെച്ചാൽ ഈ രുദ്രഗീതവും അഭീഷ്ടങ്ങൾ നൽകുന്നതായി ഭവിക്കട്ടെ. അപ്പോൾ ഈ ശിവൻ ഉപദേശിച്ചു കൊടുത്ത ആ രുദ്രഗീതവും ജനങ്ങൾക്ക് അഭീഷ്ടങ്ങൾ നൽകുന്നതായി ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നവനാണ് ഭഗവാൻ. അത് നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്, അങ്ങനെ പലയിടത്തും പല സന്ദർഭങ്ങളിലായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ കൊടുക്കുന്നവനാണ്, ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്നവനാണ്. അത് 1-ാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഏതാ ഒരു 7-ാമത്തെ ശ്ലോകത്തിൽ, 8-ാമത്തെ ശ്ലോകത്തിൽ നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരൻ അഭ്യർത്ഥ്യതാൻ അഭ്യർത്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ അഭ്യർത്ഥിക്കുന്നതും അഭ്യർത്ഥിക്കാത്തതും ചോദിക്കാത്തതുമായിട്ടുള്ള കാമാനജസ്രം വിതരസി എന്ന് വെച്ചാൽ അപ്പം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചോദിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ കൊടുക്കുന്നവനാണ്. ആ ഒന്നാം ദശകത്തിൽ പറഞ്ഞ എന്തുവാ? നമ്രാണാം സന്നിധത്തെ, ഭഗവാന്റെ അടുക്കൽ നമിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ചോദിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു. അതാണ് അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാം ദശകത്തിൽ കണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, പ്രചേതസ്സുകൾക്ക് ഭഗവാൻ ഒന്നും ചോദിക്കാതെ തന്നെ വരങ്ങൾ കൊടുത്തു. അപ്പോൾ അതാണ് പറയുന്നത്, അവർ വരമൊന്നും അപേക്ഷിക്കാതെ ഇരുന്നിട്ടും ആ ഭക്തവത്സനായ അങ്ങ് കേവലം നിങ്ങളുടെ സ്മരണ കൊണ്ട് തന്നെ ലോകത്തിന് നന്മ വരട്ടെ എന്നനുഗ്രഹിച്ചു. രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട ആ സ്തോത്രം ഉരുവിടുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കട്ടെ എന്നും അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവർക്ക് വരങ്ങൾ നൽകി. അതുകൊണ്ടാണ് പറയുന്നത് രുദ്രഗീതം വായിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. നമുക്ക് സർവാഭീഷ്ടങ്ങൾ വരും എന്ന് പറയും. പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസോ രുദ്രനുദിശ്ച കാമദാ.